സ്പെർമാറ്റോജനസിസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൽ നിങ്ങൾ അതിൻ്റെ ഫ്ലോ ചാർട്ടും സ്കീമാറ്റിക് ഡയഗ്രവും വരച്ച് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സ്പെർമിയോജനസിസ്, സ്പെർമാറ്റോജനസിസ്, സ്പെർമിയേഷൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതത്തക്ക രീതിയിൽ പഠിച്ചു വയ്ക്കുകയും വേണം. ഇനി അതിൽ നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് ഹോർമോണൽ കൺട്രോൾ ഓഫ് സ്പെർമാറ്റോജനസിസ് അഥവാ എൻഡോക്രൈൻ റെഗുലേഷൻ ഓഫ് സ്പെർമാറ്റോജനസിസ്. ഈ ഹോർമോണുകൾ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ് ഫസ്റ്റ് ഇയറിൽ. ആ ഹോർമോൺസ് എങ്ങനെ സ്പെർമാറ്റോജനസിസിനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഗ്ലാൻഡിനെ കുറിച്ച് പഠിക്കുകയുണ്ടായി. അപ്പോൾ ഹൈപ്പോതലാമസ് ബ്രെയിനിനോട് ചേർന്ന് കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ഹൈപ്പോതലാമസ്. അപ്പോൾ ഹൈപ്പോതലാമസ് GnRH എന്ന് പറയുന്ന റിലീസിങ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുകയാണ്. അതായത് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നു. ആ ഹോർമോൺ വന്ന് പിറ്റ്യൂട്ടറിയെ സ്വാധീനിക്കുകയും പിറ്റ്യൂട്ടറിയെ എന്ന് പറയുന്ന ഗ്ലാൻഡിനെ കൊണ്ട്, അതും ബ്രെയിനിൽ ഹൈപ്പോതലാമസിനോട് ചേർന്നിരിക്കുന്ന ഗ്ലാൻഡാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൊണ്ട് GnRH 2 ഗൊണാഡോട്രോപ്പിൻസ് സെക്രീറ്റ് ചെയ്യിപ്പിക്കും. അത് ഏതൊക്കെയാണെന്നറിയാൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒന്ന് ലൂട്ടിനൈസിങ് ഹോർമോൺസ് അഥവാ LH, മറ്റൊന്ന് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ FSH എന്നിങ്ങനെ 2 ഗൊണാഡോട്രോപ്പിൻസ് സെക്രീറ്റ് ചെയ്യിപ്പിക്കുന്നു പിറ്റ്യൂട്ടറിയെ കൊണ്ട്. ആര്? ഹൈപ്പോതലാമസ്. ഏത് ഹോർമോൺ മുഖാന്തരം? GnRH എന്ന് പറയുന്ന ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് എന്ന് പറയുന്ന ഹോർമോൺ മുഖാന്തരം പിറ്റ്യൂട്ടറിയെ കൊണ്ട് 2 ഗൊണാഡോട്രോപ്പിൻസ് അതായത് LHും FSHും പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നു. ഇനി ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ നോക്കിക്കേ. ലൂട്ടിനൈസിങ് ഹോർമോൺ അഥവാ LH ആക്ട്സ് ഓൺ ലീഡിക് സെൽസ്. ലീഡിക് സെൽസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ടെസ്റ്റിസിലെ ഇൻഡസ്ട്രീഷ്യൽ സെൽസാണ്, സെമിനിഫറസ് ട്യൂബ്യൂളുകൾക്കിടയിൽ കാണപ്പെടുന്ന സെല്ലാണ്. ആ ലീഡിക് സെല്ലിൽ പ്രവർത്തിക്കുകയും അതിനെ കൊണ്ട് ആൻഡ്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. സെക്രീഷൻ ഓഫ് ആൻഡ്രോജൻ. ആൻഡ്രോജൻ എന്തു ചെയ്യും? സ്റ്റിമുലേറ്റ് സ്പെർമാറ്റോജനസിസ്. അപ്പോൾ ആ രീതിയിലാണ് ലൂട്ടിനൈസിങ് ഹോർമോൺ പ്രവർത്തിപ്പിക്കുന്നത്. LH ആക്ട് ഓൺ ലീഡിക് സെൽസ്. അപ്പോൾ അത് ആൻഡ്രോജൻ്റെ സെക്രീഷന് കാരണമായി തീരും, എന്നിട്ട് സ്പെർമാറ്റോജനസിസിന് കാരണമായി തീരുകയും ചെയ്യും. രണ്ടാമത്തെ ഗൊണാഡോട്രോപ്പിൻ അതായത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ FSH ആണെങ്കിലോ അത് സെർട്ടോളി സെല്ലിനെ പ്രവർത്തിക്കുകയാണ്. ആക്ട് ഓൺ സെർട്ടോളി സെൽസ്, സ്റ്റിമുലേറ്റ് സെക്രീഷൻ ഓഫ് ഫാക്ടേഴ്സ് ഫോർ സ്പെർമിയോജനസിസ്. സ്പെർമിയോജനസിസ് നമ്മൾ പഠിച്ചതാണ്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ് ഇൻറ്റു സ്പേം. അപ്പോൾ അതിന് സ്പേമായി മാറുന്നതിന് ആവശ്യമായിട്ടുള്ള ചില സെക്രീഷൻസ് പുറപ്പെടുവിക്കുന്നതിന് കാരണമായി തീരുന്നു, സഹായിക്കുകയാണ്. അതിനുവേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? ഈ പറയുന്ന ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. സെക്രീഷൻ ഓഫ് സം ഫാക്ടേഴ്സ്, ചില ഫാക്ടേഴ്സ് സെക്രീറ്റ് ചെയ്യുന്നു, വിച്ച് ഹെൽപ്പ് ഇൻ ദി പ്രോസസ് ഓഫ് സ്പെർമിയോജനസിസ്. അത് സ്പെർമിയോജനസിസിന് സഹായിക്കുകയും ചെയ്യും. ഇതേ രീതിയിലാണ് ഹോർമോണിൻ്റെ പ്രവർത്തനം. മറക്കരുത്, ഇതും ഫ്ലോ ചാർട്ട് രൂപത്തിൽ നിങ്ങൾ വരച്ച് പഠിക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ് ഹോർമോണൽ കൺട്രോൾ ഓഫ് സ്പെർമാറ്റോജനസിസ്. നമ്മൾ ഹോർമോണൽ റെഗുലേഷൻ ഓഫ് സ്പെർമാറ്റോജനസിസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഹൈപ്പോതലാമസ് പ്യൂബർട്ടി അറ്റൈൻ ചെയ്തതിന് ശേഷം, പ്യൂബർട്ടി എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായതിനു ശേഷം ഏകദേശം ഒരു 12-13 വയസ്സ് ആകുന്ന സമയത്ത് ഹൈപ്പോതലാമസ് GnRH റിലീസ് ചെയ്യും, ഗൊണാഡോട്രോപ്പിക് റിലീസിങ് ഹോർമോൺസ്. അത് വന്ന് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ അഡിനോ ഹൈപ്പോഫൈസിസിനെ സ്വാധീനിക്കും. അത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ഹൈപ്പോഫൈസിയൽ പോർട്ടൽ വെയിൻ വഴി GnRH വന്ന് അഡിനോ ഹൈപ്പോഫൈസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് അഡിനോ ഹൈപ്പോഫൈസിസ് ഗൊണാഡോട്രോപ്പിക് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നു. ആ ഹോർമോൺസാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലൂട്ടിനൈസിങ് ഹോർമോൺ LHും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസും. അതൊക്കെ ഏതൊക്കെ രീതിയിലാണ് സ്പെർമാറ്റോജനസിസിനെ സ്വാധീനിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സ്പേമിൻ്റെ സ്ട്രക്ചറാണ്. സ്ട്രക്ചർ ഓഫ്
human sperm is the smallest cell that present in our body. ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ചെറിയ സെല്ല് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പേം എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ സ്പേം is a microscopic structure that composed of head, neck, a middle piece and a tail. അപ്പോൾ നമ്മൾ സ്പേമിനെ പ്രധാനമായിട്ടും 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ്. എ ഹെഡ്, നെക്ക്, എ മിഡിൽ പീസ് ആൻഡ് എ ടെയിൽ. ഇങ്ങനെ 4 പാർട്ടായിട്ട് സ്പേമിനെ തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു പ്രധാന ഭാഗമാണ് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ എൻവലപ്സ് ദ ഹോൾ ബോഡി ഓഫ് സ്പേം. അപ്പോൾ സ്പേമിനെ മൊത്തം കവർ ചെയ്ത് എൻ്റയർ ബോഡിയെ കവർ ചെയ്ത് കാണപ്പെടുന്നതാണ് പ്ലാസ്മ മെംബ്രെയിൻ. ഒരു സ്പേം ഹെഡ് കണ്ടെയ്ൻസ് ആൻ ഇലോങ്ങേറ്റഡ് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ്. അപ്പോൾ സ്പേമിൻ്റെ ഹെഡിൽ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് അടങ്ങിയിട്ടുണ്ട്. അതെങ്ങനെ സ്പെർമാറ്റോജനസിസിൽ കൂടെ ഡിപ്ലോയിഡ് ഹാപ്ലോയിഡ് ആകുന്നതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. സ്പെർമാറ്റോഗോണിയം ഡിപ്ലോയിഡ് ആയിരുന്നു എന്നും അവസാനം സ്പേം ആകുമ്പോൾ ഹാപ്ലോയിഡ് ആയത് എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ആണ് സ്പേമിൻ്റെ ഹെഡിൽ ഇരിക്കുന്നത്. പിന്നീട് ഹെഡിൻ്റെ ആൻറ്റീരിയർ പോർഷനിൽ ഒരു കൊണിക്കൽ ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചറുണ്ട്. ദ ആൻറ്റീരിയർ പോർഷൻ ഓഫ് വിച്ച് ഈസ് കവേർഡ് ബൈ എ ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ ദാറ്റ് ഈസ് നോൺ ആസ് അക്രോസോം. ആ അക്രോസോമിൽ that is filled with enzymes that helps fertilization of ovum. അപ്പോൾ ഓവവുമായി ഫെർട്ടിലൈസ് ചെയ്യുമ്പോഴാണ് സൈഗോട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പേമിന് എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള എൻസൈംസ് സൂക്ഷിച്ചിരിക്കുന്നത് ഈ അക്രോസോം എന്ന് പറയുന്ന ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചറിലാണ്. അപ്പോൾ ഈ അക്രോസോം ഇരിക്കുന്നത് സ്പേമിൻ്റെ ഹെഡിലാണ്. അപ്പോൾ ദാറ്റ് ഹെൽപ്സ് എൻസൈംസ് ഹെൽപ്സ് ഇൻ ഫെർട്ടിലൈസേഷൻ. അതായത് ഹയാലുറോണിഡേസ് എന്നൊക്കെ പറയുന്ന എൻസൈംസ് ആണ് ഈ അക്രോസോമിലിരിക്കുന്നത്. ഹയാലുറോണിഡേസ് ആ എൻസൈം ഫെർട്ടിലൈസേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഹെഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പ്ലാസ്മ മെംബ്രെയിൻ എൻവലപ്സ് ദ ബോഡി ഓഫ് സ്പേം. പിന്നെ സ്പേം ഹെഡ് ദാറ്റ് കണ്ടെയ്ൻ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ്. Then anterior portion cap-like structure ആണ്, that is known as acrosome. Acrosome that is filled with the enzyme. And important എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that helps for fertilization. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഒരു ആ എൻസൈമിൻ്റെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഹയാലുറോണിഡേസ്. ഇനി നമ്മൾ അതിനൊരു നെക്കുണ്ട്. ഹെഡ് കഴിഞ്ഞാൽ നെക്ക് റീജിയനാണ്. നെക്കിൽ പ്രോക്സിമൽ സെൻട്രിയോൾ, ഡിസ്റ്റൽ സെൻട്രിയോൾ എന്ന് 2 പാർട്ടുകൾ അടങ്ങിയിട്ടുണ്ട്. നെക്ക് ദറ്റ് ഈസ് വെരി ഷോർട്ട് നെക്കാണ്. അപ്പോൾ ഈ പ്രോക്സിമൽ സെൻട്രിയോളൊക്കെ ഈ ഫെർട്ടിലൈസേഷനുമായി ബന്ധപ്പെട്ട് സെക്കൻഡറി യൂസായിട്ടും ഫെർട്ടിലൈസേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ളതാണ്. പിന്നെ അടുത്ത ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും മിഡിൽ പീസാണ്. ദ മിഡിൽ പീസ് ഹാസ് എ ന്യൂമറസ് മൈറ്റോകോൺട്രിയ. അപ്പോൾ മിഡിൽ പീസിൽ നമുക്ക് മൈറ്റോകോൺട്രിയ കാണാൻ കഴിയും, വിച്ച് പ്രൊഡ്യൂസ് എനർജി ഫോർ ദി മൂവ്മെൻറ്റ് ഓഫ് ടെയിൽ. അപ്പോൾ ആ ടെയിലിൻ്റെ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും. സ്പേമിൻ്റെ മൂവ്മെൻറ്റിന് വളരെയേറെ സഹായകമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ മിഡിൽ പീസിലിരിക്കുന്ന മൈറ്റോകോൺട്രിയയാണ്. അപ്പോൾ ദാറ്റ് ഫെസിലിറ്റേറ്റ് സ്പേം മോട്ടിലിറ്റി ദറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ സ്പേമിന് മൂവ് ചെയ്ത് ഫീമെയിലിൻ്റെ ഫാലോപ്യൻ ട്യൂബിലെത്തിയിട്ട് ആ എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ അവിടെ വരെ എത്തുന്നതിനാവശ്യമായിട്ടുള്ള മൂവ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിനുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് മൈറ്റോകോൺട്രിയയാണ്. അപ്പോൾ നെക്ക് നമ്മൾ പറഞ്ഞു പ്രോക്സിമൽ സെൻട്രിയോളും ഡിസ്റ്റൽ സെൻട്രിയോളും ഉണ്ട്. പിന്നെ മിഡിൽ പീസിൽ മൈറ്റോകോൺട്രിയ ദാറ്റ് പ്രൊവൈഡ് എനർജി ഫോർ ദി മൂവ്മെൻറ്റ് ഓഫ് സ്പേം. ഇനി ടെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും ടെയിലിന് നല്ല ഫ്ലജല്ലം പോലത്തുള്ള ഫ്ലജല്ലാർ മൂവ്മെൻ്റാണ്. അത്തരത്തിലുള്ള മൂവ്മെൻറ്റ് പ്രകടിപ്പിക്കുന്ന ഒരു സെല്ലാണ് സ്പേം എന്ന് പറയുന്നത്. നമ്മൾ സീലിയറി മൂവ്മെൻറ്റ്, അമീബോയിഡ് മൂവ്മെൻറ്റ്, ഫ്ലജല്ലാർ മൂവ്മെൻറ്റ് ഒക്കെ ഫസ്റ്റ് ഇയർ പോർഷനിൽ നമ്മൾ പഠിച്ചതാണ്. അതേ രീതിയിൽ
ആ മൂവ്മെൻറ്റ് ഉള്ള സെല്ലുകൾ നമ്മുടെ ബോഡിയിലുണ്ട്. സീലിയറി മൂവ്മെൻറ്റ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യനൊക്കെ ഇപ്പോൾ കഴിഞ്ഞ എക്സാം ഫസ്റ്റ് ഇയറിൻ്റെ എക്സാമിന് നിങ്ങൾക്ക് കിട്ടിയതുമാണ്. അമീബോയിഡ് സീലിയറി മൂവ്മെൻറ്റ്. അപ്പോൾ ആ സീലിയയൊക്കെ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലുണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. അമീബോയിഡ് മൂവ്മെൻറ്റ് നമ്മുടെ WBC സെൽസിനൊക്കെ അമീബോയിഡ് മൂവ്മെൻറ്റ് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലജല്ലാർ മൂവ്മെൻറ്റ്, ഫ്ലജല്ലം പോലുള്ള ആ മൂവ്മെൻറ്റ് പ്രകടിപ്പിക്കുന്ന ഒരു സെല്ലാണ് ഹ്യൂമൻ ബോഡിയിലെ സ്പേം. ഇനി the human male ejaculates about 200 to 300 million sperms during a coitus. അപ്പോൾ ഒരു പ്രാവശ്യം ഈ ഇജാക്കുലേറ്റ് ചെയ്യുന്ന അവസരത്തിൽ ആ സ്പേം ഇജാക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ആ സെമനകത്ത് 200 മുതൽ 300 മില്യൺ വരെ സ്പേംസ് ഉണ്ടായിരിക്കും. കോയിറ്റസ് മീൻസ് കോപ്പുലേഷൻ, ദാറ്റ്സ് ഇണചേരൽ എന്ന് പറയുന്ന പ്രക്രിയയ്ക്കാണ് കോയിറ്റസ് എന്ന് പറയുന്നത്. ഇൻസമിനേഷൻ നിങ്ങൾക്കറിയാം, ട്രാൻസ്ഫർ ഓഫ് സ്പേംസ് ഇൻ ടു ഫീമെയിൽ ജനൈറ്റൽ ട്രാക്റ്റ്. പിന്നെ ഫോർ നോർമൽ ഫെർട്ടിലിറ്റി, സാധാരണഗതിയിൽ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 60% സ്പേംസ് മസ്റ്റ് ഹാവ് നോർമൽ ഷേപ്പ്. അപ്പോൾ 60% സ്പേമിന് നോർമൽ ഷേപ്പായിരിക്കുകയും വേണം, സൈസ് ഒക്കെ ആയിരിക്കണം. അതുപോലെ തന്നെ 40% ഓഫ് ദം മസ്റ്റ് ഷോ വിഗറസ് മോട്ടിലിറ്റി. അതിൽ 40% പേര് നല്ല വിഗറസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഉള്ളവരുമായിരിക്കണം. അപ്പോൾ 60% നോർമൽ ഷേപ്പും സൈസും ഉണ്ടായിരിക്കണം. 40% പേർക്ക് വിഗറസ് മോട്ടിലിറ്റിയും ഉണ്ടെങ്കിലേ എന്തോ നടക്കുകയുള്ളൂ, ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. പിന്നെ സ്പേംസ് റിലീസ്ഡ് ഫ്രം ദി സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആർ ട്രാൻസ്പോർട്ടഡ് ബൈ ദി അസസറി ഡക്ട്സ്. നമുക്കറിയാം സ്പേംസ് നിർമ്മിക്കപ്പെടുന്നത് സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്നാണ്. ആ സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്ന സ്പേം റിലീസ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ പഠിച്ചതാണ്, സ്പേമിയേഷൻ. അങ്ങനെ ഡക്റ്റുകളൊക്കെ നമ്മൾ പഠിച്ചതാണ്. റേറ്റ് ടെസ്റ്റിസും വാസായ ഫ്രൻഷിയ, എപ്പിഡിഡിമിസ്, അങ്ങനെയുള്ള ആ ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. വാസ് ഡെഫറൻസ്, ഇജാക്കുലേറ്ററി ഡക്റ്റ്, യുറീത്ര, അങ്ങനെയുള്ള യുറീത്രൽ മീറ്റസ് ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ ആ ഡക്റ്റ് വഴിയാണ്, അസസറി ഡക്റ്റ് വഴിയാണ് സ്പേം കടന്നു പോകുന്നത്, സ്പേംസ് റിലീസ് ചെയ്യപ്പെടുന്നത്. പിന്നീട് സെക്രീഷൻസ് ഉണ്ടായിരിക്കും. എപ്പിഡിഡിമിസ്, വാസ് ഡെഫറൻസ്, സെമിനൽ വെസിക്കിൾസ് ആൻഡ് പ്രോസ്റ്റേറ്റ് ആർ എസെൻഷ്യൽ ഫോർ മച്ചുറേഷൻ ആൻഡ് മോട്ടിലിറ്റി ഓഫ് സ്പേംസ്. അപ്പോൾ ഈ പറയുന്ന ഭാഗങ്ങളുടെ സെക്രീഷനും സ്പേമിൻ്റെ മച്ചുറേഷനും സ്പേമിൻ്റെ മോട്ടിലിറ്റിക്കും ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകുന്ന ഭാഗങ്ങളാണ്. നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പേമിനെ പ്രധാനമായിട്ടും ഏതൊക്കെ ഭാഗങ്ങളാണ്? ഹെഡുണ്ട്, നെക്ക്, മിഡിൽ പീസ്, ദെൻ ടെയിൽ. ഹെഡിലെ പ്രധാനപ്പെട്ട ഭാഗം ഏതൊക്കെയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഹെഡിലൊരു ഹാപ്ലോയിഡ് സെറ്റ് ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. പിന്നെ ക്യാപ് ലൈക്ക് സ്ട്രക്ചർ അടങ്ങിയിട്ടുള്ള അക്രോസോം, അതിനകത്ത് ഹയാലുറോണിഡേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ടായിരിക്കും, ഫെർട്ടിലൈസേഷന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ നെക്ക് റീജിയൻ, അവിടെ പ്രോക്സിമൽ സെൻട്രിയോൾ, ഡിസ്റ്റൽ സെൻട്രിയോൾ, പ്രോക്സിമൽ സെൻട്രിയോളൊക്കെ ഫെർട്ടിലൈസേഷനിൽ പങ്കാളികളാകുന്നവരാണ്. പിന്നെ മിഡിൽ പീസിൽ മൈറ്റോകോൺട്രിയ അടങ്ങിയിട്ടുണ്ട്. മൈറ്റോകോൺട്രിയ എനർജി പ്രൊവൈഡ് ചെയ്യും. സ്പേമിൻ്റെ മൂവ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ മൈറ്റോകോൺട്രിയയാണ്. പിന്നെ ടെയിൽ, അത് ഫ്ലജല്ലാർ മൂവ്മെൻറ്റ് പ്രകടിപ്പിക്കും. ആ രീതിയിൽ മൂവ്മെൻറ്റിന് വളരെയേറെ മൂവ് ചെയ്യാൻ, സ്പേമിനെ മൂവ് ചെയ്യാൻ വളരെയേറെ സഹായിക്കുന്ന ഭാഗമാണ് ടെയിൽ റീജിയൻ എന്ന് പറയുന്നത്. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടതായിട്ടുണ്ട്. സ്പേമിൻ്റെ ഡയഗ്രവും പാർട്സും സ്ട്രക്ചറും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.